യഥാർത്ഥത്തിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങളുടെ നിറവേറുമായിട്ടാണ് സമസ്ത നിലകൊള്ളുന്നത്. കുറേ അന്ധവിശ്വാസങ്ങൾ പേറി നിലനിൽക്കുകയാണ്. അതിൻ്റെ ഒരു ഫലമാണ് ശരിക്കും ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. ഇനി നമ്മളിവിടെ പരിശോധിക്കേണ്ടത് അതിൻ്റെ മേൽവിലാസമാണ്. അതെവിടെയാണ് ചെന്നെത്തുക എന്നുള്ളത് മാത്രം എന്ത് ചെയ്യേണ്ടുള്ളൂ, പരിശോധിക്കേണ്ടുള്ളൂ. ഇത് ഞങ്ങളുടെ കുട്ടിയല്ല അല്ലെങ്കിൽ ഞങ്ങളുടെ ഉൽപ്പന്നമല്ല എന്ന് പറഞ്ഞ് കൈ കഴുകി പോകാൻ ആർക്കും സാധിക്കില്ല. ഇൻഷാ അല്ലാഹ് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അത് ബോധ്യമാകും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ സമസ്തയെ സംബന്ധിച്ചിടത്തോളം ആശയപരമായി വലിയൊരു പ്രതിസന്ധി, ഭയങ്കരമായ പൊറുതിമുട്ട് അനുഭവിക്കുന്നൊരു സമയമാണ്. മുഷാവറയുടെ ഉള്ളിലാണെങ്കിലും അണികൾക്കിടയിലാണെങ്കിലും ശക്തമായ സംഘട്ടനങ്ങൾ ആശയതലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടയാളങ്ങളാണ് ശരിക്ക് രണ്ട് വിഭാഗം നോക്കുകയാണെങ്കിലും മുഷാവറ എന്നത് പല മനസ്സോടെയാണ് ഉള്ളത്. 40 അംഗ മുഷാവറയാണെങ്കിൽ 40 സ്വഭാവത്തിലാണ് അവരെന്ത് ചെയ്യണത്, അതിൻ്റെ ഉള്ളിൽ കഴിയുന്നത്. അതേപോലെ ആശയപരമായിട്ട് തന്നെ മറ്റൊന്ന് ചില ഗ്രൂപ്പുകളായിട്ട്, ഇപ്പോൾ കുരുവട്ടൂരികൾ എന്ന് പറഞ്ഞ് അവർ സാവിയത്ത് സുന്ന എന്ന പേരിലാണ് പോകുന്നത്, അത് സൂഫിയ എന്ന പേരിലാണ്. അതുപോലെ മടവൂർ കാഫില എന്ന് പറഞ്ഞ് വേറൊരു ടീം സഞ്ചരിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോന്നും പരിശോധിക്കുമ്പോൾ നമ്മളൊരു ടീമിനെ കാണുകയാണ്, ഹുബ്ബു സ്വാലിഹീൻ ദാവാ സംഘം. അതാണ് പേര്, ഹുബ്ബു സ്വാലിഹീൻ. അതെ, നല്ല ആകർഷണീയ പേരാണ്, ഹുബ്ബു സ്വാലിഹീൻ ദാവാ സംഘം. അപ്പോൾ അതിനെക്കുറിച്ച് അവർ കൊടുത്തൊരു കുറിപ്പ് വായിക്കാം. അള്ളാഹുവിൻ്റെ മഹാന്മാരായ ഔലിയാക്കളെ അറിയുകയും സ്നേഹിക്കുകയും അതിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ മഹാന്മാരുടെ ചരിത്രങ്ങളും അവർ കാണിച്ചു തന്ന സന്മാർഗപാതയും അമൂല്യമായ ആത്മീയ അറിവുകളും പങ്കുവെക്കുന്ന ഈ ഗ്രൂപ്പിലേക്ക് സ്വാഗതം. സൂഫി ചിന്തകളും ലേഖനങ്ങളും ഔലിയാക്കളെ സംബന്ധിച്ചുള്ള അറിവുകളും ആണ് ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുക. അത് താല്പര്യമുള്ളവർ മാത്രം ഗ്രൂപ്പിൽ തുടരുക. അപ്പോൾ ഒരു പ്രത്യേക ലക്ഷ്യത്തിൽ രൂപീകരിക്കപ്പെട്ടു പോകുന്ന ഒരു ടീമാണ് ഞങ്ങളെന്ന് ഇവരെ ചാനലിനെ പരിചയപ്പെടുത്തുകയാണ്. യഥാർത്ഥത്തിൽ ഈ വിഭാഗമാണ് ഇതുമായി വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വിഭാഗം എന്ന് പറയുമ്പോൾ അവരെ നമ്മൾ സമസ്തയിൽ നിന്ന് അകറ്റിയിട്ടല്ല കാണുന്നത്, അകറ്റി നിർത്തല്ല. അവർ സമസ്തയുടെ ചോറും വെള്ളവും ഒക്കെ തിന്ന് വളർന്നവർ തന്നെയാണ്, സമസ്തയിലൂടെയാണ്. അതെ, അങ്ങനെ വളർന്നു വന്നവർ. ഒരു പ്രത്യേക അവസ്ഥ കൊണ്ട് അവരൊന്ന് മാറി സഞ്ചരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു എന്നാണ് നമ്മൾ ഗൗരവത്തിൽ അറിയേണ്ടത്. സമസ്ത രൂപീകരിക്കപ്പെട്ട കാലം മുതൽ തന്നെ അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും ഒക്കെ അവരുടെ വ്യാജ ഷെയ്ഖന്മാർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ചാർത്തി കൊടുത്തിട്ടുണ്ട്. അവർ പരിചയപ്പെടുത്തുന്ന അവരുടെ ഭാഷയിലുള്ള വിശ്വാസപ്രകാരമുള്ള ഔലിയാക്കൾ ആരാണോ അവരിലേക്ക് വേണ്ടുവോളം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മൊഹീദ്ദീമാല. കാരണം മൊഹീദ്ദീമാല എടുത്ത് പരിശോധിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ കഴിവുകളായി പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ആർക്കും പങ്കുണ്ട്, ഷെയ്ഖിനും പങ്കുണ്ട്. ഷെയ്ഖിൻ്റെ കയ്യിൽ ഭൂമി ചുരുണ്ട് കിട്ടുക, ലോഹിലുള്ളതൊക്കെ ഷെയ്ഖ് കാണുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ സൂചിപ്പിച്ച വിഷയമാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ നിന്ന് അള്ളാഹ് എന്ന പേര് വരെ എന്ത് ചെയ്തു. അപ്പോൾ സി എം മടവൂർ എന്ന് പറയുന്ന അവരുടെ ആള് അനല്ലാ, ഞാൻ അള്ളാഹ് എന്ന് പറഞ്ഞു എന്ന നിലക്കാണ് സമൂഹത്തെ കേൾപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഏറ്റവും മഹത്തായ നാമം അള്ളാഹ് എന്നത് വരെ അവരെന്ത് ചെയ്തു, ഔലിയാക്കളുടെ പേരിൽ പ്രചരിപ്പിച്ചു. ഹക്ക്, ഇവരുടെ ത്വരീഖത്ത്, തസവുഫിൽപ്പെട്ട ഇബ്നു അറബി അനൽ ഹക്ക്, ഞാനാണ് ഹക്ക് എന്ന് പ്രത്യേകം പറഞ്ഞത് ഇവർ വലിയ പോരിശയിൽ പറയും. അതേപോലെ മുദബ്ബിർ, അലീം, സമീഅ്, ബസീർ, ഖദീർ, ഇങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ നാമങ്ങളൊക്കെ എന്തായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും വായിച്ച് കേൾപ്പിച്ചാണ് CS മരണിക, വലിയുള്ളാഹി CS മരണിക. ഇതിൻ്റെ ഉള്ളിൽ അള്ള കാണും പോലെ കാണുക, അള്ള കേൾക്കും പോലെ കേൾക്കുക, അള്ള അറിയും പോലെ അറിയുക എന്നാണ് ഇവരുടെ ഈ ഷെയ്ഖിനെ, ഈ ഉസ്താദിനെ ഇവർ പരിചയപ്പെടുത്തുന്നത്. അതേപോലെ പല കഴിവുണ്ടെന്ന് പരിചയപ്പെടുത്തുന്നു. മാത്രവുമല്ല അള്ളാഹുവിൻ്റെ വിശേഷണം, ഇപ്പോൾ ജീവിപ്പിക്കുന്നവൻ അള്ള, അപ്പോൾ ഇവരെ ഷെയ്ഖുമാരും ജീവിപ്പിക്കുക, മരിപ്പിക്കുന്നവനല്ല, ഇവരെ ഷെയ്ഖുമാരും ഇങ്ങനെ മരിപ്പിക്കുക. അതേപോലെ തന്നെ കുൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും, പക്ഷേ ഇവർ ഔലിയാക്കൾക്കും ആ പ്രത്യേകത ഉണ്ട്. ഇത് മൊഹീദ്ദീൻ ഷെയ്ഖിനെ പറ്റി, ഈ സി എം മടവൂരിനെ പറ്റി എഴുതപ്പെട്ട അടുത്തൊരു പുസ്തകമാണ് അൽ മൗലിദുൻ നൂരി. ഇതിലുണ്ട് കുൻ എന്ന അള്ളാഹുവിൻ്റെ സിഫത്തിനെ ഈ വ്യക്തിയിലേക്ക് ചാർത്തി കൊടുത്തത് ഇതിലുണ്ട്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും അള്ളാഹു അല്ലാത്തവർക്ക് വകവെച്ച് കൊടുക്കുക എന്ന സമസ്തയുടെ കാലങ്ങളായിട്ടുള്ള ഒരു സംഗതി. അതിൻ്റെ ഒരു പുതിയ അവസ്ഥയാണ്, അല്ലെങ്കിൽ അവർ ഇത്രയും കാലം ആഗ്രഹിച്ചിടത്തേക്ക് അവരെത്തിയതാണ്. ഇപ്പോൾ നമ്മൾ അൽ ഖാലിഖ് അൽ ബാരി, അള്ളാഹു സൃഷ്ടാവാണ് എന്ന് അറിയിക്കുന്ന നാമത്തെ വരെ എന്ത് ചെയ്തു, പച്ചയായി അള്ളാഹുവിൻ്റെ പേരിൽ. ഇതൊരു പാട്ടിലും നമുക്ക് ഒരു ക്ലിപ്പ് കൂടിയും കേൾക്കാം, അത് കേൾക്കുമ്പോൾ ഒന്നുകൂടി എൻ്റെ ഗൗരവം മനസ്സിലാവും.
ഈ അബ്ദുല്ലാഹി ഖൈറും തമ്മിലുള്ള ബന്ധം എന്താ? ഇത് ഭർത്താവാണ്, ഇത് ഭാര്യയാണ്. 500 കൊല്ലം മുമ്പാണ് ഇവർ ഇവിടെ വന്ന് വിവാഹത്തെടുക്കാൻ കൂടിയത്. ബഹുമാനപ്പെട്ട സി എം എന്ന് പറഞ്ഞതാ. അത് ഇന്ന് മൗലിദൊക്കെ നിങ്ങൾ വായിക്കാറില്ലേ? ഇങ്ങനെയൊക്കെ എല്ലാത്തിനും കാണാനും കേൾക്കാനും അറിയാനും മാത്രമല്ല പടച്ചവന്റെ തന്നെയാണ്, പടച്ചവൻ തന്നെയാണെന്ന് തോന്നിപ്പോന്ന അത്രയും വലിയ പവർ. കണ്ടോ, പടച്ചവൻ തന്നെയാണ് തോന്നിപ്പോവുക. ഇവരുടെ ഈ ഭാഷയിലുള്ള ഷെയ്ഖിൻ്റെ ഓരോ കറാമത്തുകൾ പോരിശകൾ കേട്ടിട്ട് ഇത് പടച്ചവനാന്ന് എന്ത് ചെയ്യുക ഇവർക്ക് തോന്നി. ശരിക്ക് സഹോദരങ്ങളെ ആലോചിക്കണം, ഇവർക്ക് അള്ളാഹുവിൽ എന്ത് വിശ്വാസമുള്ളത്? അതായത് തിന്നും കുടിച്ചും വസ്ത്രം ധരിച്ചും അങ്ങനെയൊക്കെ ജീവിച്ച് മരിച്ച മനുഷ്യന്മാരെ പറ്റിയിട്ട് എന്ത് പറയുക, അള്ളാഹിനെ പോലെയാണ് തോന്നിപ്പോവുക. അപ്പോൾ ഇവർക്ക് അള്ളാഹുവിനെ പറ്റി ഒരു വേണ്ട ഒരു വിശ്വാസവും ഇവർക്കില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഇതൊക്കെ. ഇനി നമ്മൾ ഈ ഒരു പ്രശ്നത്തെ ഒന്ന് മുന്നിൽ വെച്ച് ചില കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ പെട്ടെന്ന് സൂചിപ്പിക്കും. ഒന്ന്, ഇവിടെ നമ്മൾ 3 രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇത് സമസ്തക്ക് ഒരിക്കലും കൈയൊഴിയാൻ പറ്റില്ല. കൈ കഴുകിയാണ്ട് രക്ഷപ്പെടാൻ സമസ്ത കഴിയൂല. ഒന്ന്, ഇതുവരെ ഉസ്താദ് പറയുന്ന മുമ്പ് ഇവരിത് പ്രതികരിക്കുമ്പോൾ അത് ഏതോ ഒരു പാട്ടിൽ ആരോ ഒരു പടച്ചുണ്ടാക്കി എന്ന രൂപത്തിലാണ് സാധാരണക്കാർക്കിടയിൽ വലുത് വിശദീകരണം കൊടുക്കുന്നത്. അതെ. അങ്ങനെ പ്രതികരിച്ച് മുങ്ങാൻ സാധിക്കൂല. കാരണം എന്താ? സമസ്തന്റെ വിശ്വാസം എന്താ? അതാണല്ലോ മർമ്മം. ഏതൊരു കാര്യത്തിൻ്റെ ഏതൊരു ആശയത്തിൻ്റെയും ഫലം അതിൻ്റെ വിശ്വാസം അനുസരിച്ചാണ്. സമസ്തൻ്റെ വിശ്വാസം എന്താ? അത് പഴയകാലം മുതൽ നമ്മൾ പുതിയൊന്ന് വായിക്കുക. സമസ്തൻ്റെ ഇപ്പോൾ ഈ സി എം മടവരുമായി ബന്ധപ്പെട്ടായതുകൊണ്ട് അയാളെക്കുറിച്ച് എഴുതപ്പെട്ട പുസ്തകത്തിൽ നിന്ന് വായിക്കാം. ഷെയ്ഖുൽ മഷായിഖ് സി എം വലിയുല്ലാഹി കറാമത്തുകളും അനുഭവങ്ങളും. ഇത് കാന്തപുരം നിർദ്ദേശിച്ച പേരാണ് ഈ ബുക്ക്. ഈ പേര് കാന്തപുരം നിർദ്ദേശിച്ചാണ്. കഴക്കൂട്ടം ഷംസുദ്ദീൻ മുസ്ലിയാർ എഴുതിയതാണ്. കേൾക്കുക, 38-ാമത്തെ പേജ്. അപ്പോൾ നബിമാരിൽ നിന്ന് അസാധാരണ സംഭവങ്ങൾ, അതായത് അത്ഭുതങ്ങൾ വെളിവാകുന്നത് പോലെ ഔലിയാക്കളിൽ നിന്നും വെളിവാകും. മതപരമായി ഒരു തടസ്സവും അതിനില്ല. ഔലിയാക്കളിൽ നിന്ന് ഇന്ന അസാധാരണ സംഭവം മാത്രമേ ഉണ്ടാകാവൂ, ഇന്നത് ഉണ്ടായിക്കൂടാ എന്ന് പരിനിശ്ചയിക്കാൻ നമുക്ക് കഴിയുകയില്ല. ഏതു നിലയിൽ കൂടിയുള്ള അസാധാരണ സംഭവങ്ങളും അവർ കാരണമായി ഉണ്ടാകും. എന്ത് അസാധാരണ സംഭവം വരുന്നുണ്ടാകും. അപ്പോൾ ഇവരെ ഭാഷയിലുള്ള ഇയാളെ പറ്റി പടച്ചോന്ന് ഓൽക്ക് പറയാം. കാരണം അയാൾക്ക് അതിന് കഴിയുമെന്നാണ് ഓലെ വിശ്വാസം. മരിച്ചാൽ പവർ കൂടുന്ന പോലെ വിശ്വാസം. അപ്പോൾ ഇത് സമസ്തൻ്റെ അടിസ്ഥാനമാണ്. ഈ അടിസ്ഥാന സമസ്തക്ക് ഉണ്ടായിരുന്നു എന്നതിൻ്റെ മറ്റൊരു വലിയ തെളിവാണ് പഴയകാല സമസ്തയുടെ നേതാവായിട്ടുള്ള പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ കുത്തുബിയത്ത്. ആ കുത്തുബിയത്തിൽ പിന്നെ മൊഹീദ്ദീൻ ഷെയ്ഖിനെ പറ്റി എന്ത് ചെയ്യുന്നുണ്ട്? അള്ളാഹുവിൻ്റെ കഴിവുകൾ ആ ഷെയ്ഖിന് ചാർത്തി കൊടുത്തുകൊണ്ടാണ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എഴുതിയ കുത്തുബിയത്ത്. അത് ഇന്ന് 1920 ആ കാലഘട്ടങ്ങളിലാണ്, 1926 കാലഘട്ടങ്ങളിലാണ് പാങ്ങിലിൻ്റെ കാലം. അന്ന് തന്നെ അവർ ഈ അസ്ലിമയാണ് പോരുന്നത്. അപ്പോൾ സമസ്തയുടെ വിശ്വാസപ്രകാരം ഈ പാട്ടുമെന്ന് ഒഴിഞ്ഞിട്ട് കാര്യമല്ല, ആ വിശ്വാസത്തെയാണ് എന്ത് ചെയ്യേണ്ടത്? സമസ്ത തിരുത്തേണ്ടത്. ആ വിശ്വാസം തിരുത്തുമ്പോഴേ എന്ത് ചെയ്യുള്ളൂ? സമസ്തക്ക് ഇതുമെന്ന് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. ഇല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾ വിളിച്ചു പറഞ്ഞു അല്ല, സമസ്തയുടെ വിശ്വാസപ്രകാരമുള്ള ഒരാശയത്തെ പലരും പറയാൻ പേടിച്ചപ്പോൾ എന്ത് ചെയ്തു? ഞങ്ങളത് പറയും എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ആൾക്കാർ ഊക്കുകാട്ടി രംഗത്ത് വന്നാണ് നമ്മൾ ഈ കാണുന്നത്. ഇനി രണ്ടാമത്തെ രീതിയിൽ ഇവർ സ്വീകരിച്ച വഴി ഏതാ? അത് തസവുഫാണല്ലോ. തസവുഫ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പിന്നെ ഷിയാക്കളുടെ സൃഷ്ടിയാണ് സൂഫിസം. അപ്പോൾ ആ സൂഫിസം ഇവിടെ എന്തൊക്കെ വേണ്ടാത്തരങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം സമസ്ത എന്തായിട്ടുണ്ട്? ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ തസവുഫിൻ്റെ വാദപ്രകാരം, അവരുടെ വിശ്വാസപ്രകാരമുള്ള സംഗതിയാണെന്ത്? പിന്നെ ഇത് ഈ അദ്വൈതവാദം, അവതാരവാദം, വഹദത്തുൽ വുജൂദും അതുപോലെ തന്നെ ഹുലൂലും. വഹദത്തുൽ വുജൂദ് പറയുമ്പോൾ അദ്വൈതവാദം, അതായത് എല്ലാം ഒന്നാണ്, എല്ലാം ഒന്ന്, അല്ലാതെ നമ്മൾ ഈ കാണുന്നതൊന്നും അത് മരമാണ് അല്ലെങ്കിൽ കല്ലാണെന്നല്ല. അതൊക്കെ എന്താണ്? അള്ളയാണ്. കല്ലും അള്ളയാണ്, മരവും അതെല്ലാം അതിലേക്ക് ലയിക്കും. അപ്പോൾ ആ വിശ്വാസപ്രകാരം ഇവർ പഠിപ്പിക്കുന്നു, ഒരാൾ സൂഫിയായി കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിലേക്ക് ലയിച്ച് പിന്നെ അവനും അള്ളയായിട്ട് മാറുകയാണ്. അപ്പോൾ ആ സൂഫി സരണിയെ ഇവർ അഹ്ലുസുന്നയായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. മാത്രവുമല്ല, ആ സൂഫി സരണിക്ക് നേതൃത്വം കൊടുത്ത പ്രത്യേകിച്ച് ഈ വഹദത്തുൽ വുജൂദിനും അവതാരവാദത്തിനൊക്കെ നേതൃത്വം കൊടുത്ത 2 ആളുകളാണ് ആര്? ഇബ്നു അറബിയും ഹല്ലാജും. ഈ ഇബ്നു അറബി ഹല്ലാജ് ഇവരെ കാഴ്ചപ്പാടിൽ ആരാണ്? ഇത് അകപ്പൊരുൾ സംഹിത വസന്തം തസവുഫ് പതിപ്പ്, വെറും ഈ സൂഫിസം പഠിപ്പിക്കാൻ വേണ്ടി മാത്രം ഇറക്കപ്പെട്ടിട്ടുള്ള ഇന്നും ഇവർ വിറ്റുകൊണ്ടിരിക്കുന്ന പുസ്തകമാണ്. ഒരുപാട് ഹുദവികളൊക്കെയാണ് ഇതിൽ ലേഖനം എഴുതിയിട്ടുള്ളത്. ഇതിലൊരു ലേഖനാണ് ഇബ്നു അറബി സൂഫി ലോകത്തെ മെറ്റാഫിസിഷ്യൻ എന്നാണ്. മനസ്സിലാക്കണോ? അതായത് ആത്മജ്ഞാനി എന്നാണ്. മെറ്റാഫിസിഷ്യൻ, ഭയങ്കര ആത്മജ്ഞാനമുള്ള ആളാണ് ജലീൽ ഹുദവി കൊളത്തൂർ. ആരെ പറയണേ? ഇബ്നു അറബിയെ. ഇബ്നു അറബി ആരാ? ഈ അദ്വൈതവാദം ഉണ്ടാക്കിയ ആൾ. അദ്വൈതവാദം എന്ന് പറയുമ്പോൾ സാധാരണക്കാർ മനസ്സിലാക്കേണ്ടത്
ക്രൈസ്തവര വിശ്വാസമാണ്, ഹൈന്ദവര വിശ്വാസമാണ്. അതേപോലെ ക്രൈസ്തവരെ പിൻപറ്റി ഷിയാക്കൾ ഉണ്ടാക്കി അത് പിന്നെ സൂഫികൾ ഏറ്റെടുത്തു. ഇസ്ലാമുമായി ഒരു ബന്ധം അതിനില്ല. അതാണ് ആ സംഗതി. അപ്പോൾ ഒന്ന് ഇബ്നു അറബി. ഇനി മൊഹീദ്ദീൻ മാലയിൽ നമ്മൾ പണ്ടേ കേട്ട് പരിചയമുള്ള ഹല്ലാജിനെ സംരക്ഷിക്കാൻ വേണ്ടി പിന്നെ മൊഹീദ്ദീൻ ഷെയ്ഖ് ഹല്ലാജയെ കൊല്ലുന്നാൾ അന്നു ഞാനുണ്ടെങ്കിൽ അവർ കൈ പിടിച്ചേന്നും എന്ന് പറഞ്ഞോവർ. ഹല്ലാജിനെ കൊല്ലാൻ നിൽക്കുകയാണ്, ഞാൻ പിടിച്ച് രക്ഷപ്പെടുത്തുന്ന ആര് പറഞ്ഞിട്ടുണ്ട്? മൊഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞു. അപ്പോൾ ഹല്ലാജും ഇബ്നു അറബി എന്ന് പറഞ്ഞാൽ തനിച്ച കുഫർ സമൂഹത്തെ പഠിപ്പിച്ച ഈ രണ്ടാളുകളാണ് ഇവരുടെ ഇമാമുമാർ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ആളുകളെ വഴിയിൽ പോകുന്നവർക്ക് എങ്ങനെയാണ് ഇതുമെന്ന് കൈവഴിയാൻ പറ്റുക? എന്നിട്ട് ഇത് ഈ പ്രശ്നം വന്നപ്പോൾ പിന്നെ ഫൈസൽ അഹ്സനി എന്ന് പറയുന്ന ആൾ, അയാൾ ഇതുമെന്ന് രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ പറഞ്ഞത് എന്താ അറിയോ? അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഭ്രഷ്ട് കൽപ്പിച്ച ഹുലൂൽ ഇത്തിഹാദ് ഉമ്മത്തിലേക്ക് ആദ്യം ഒളിച്ചും പിന്നെ തെളിച്ചും കടത്താനായി ഒരു വിഭാഗം ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണോ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ AP സമസ്തയിൽ നിന്നും EK സമസ്തയിലേക്ക് തെറിച്ചു പോകുന്ന ആളുകൾ എന്ത് ചെയ്യുക? അവരൊക്കെ കുറേ പേച്ചോരാണ്, കുറേ അന്ധവിശ്വാസികളാണ് എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ അരിക്കിലേക്കാക്കാൻ നോക്കുകയാണ്. ഇത് ഇപ്പോൾ ഈ പ്രശ്നത്തിൻ്റെ ഭാഗമായി ഇയാൾ എഴുതിയതാണ്. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ ശരിക്കും ഇവരൊന്ന് പഠിക്കണം. അതായത് ഈ രണ്ട് വരിമ ഇവർക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? അങ്ങനെയെങ്കിൽ സുന്നി സാഹിത്യ തറവാട്ടിലെ കാവലാൾ എന്ന് ഇവർ വിശേഷിപ്പിച്ച KVM പന്താവൂരിനെ ഈ ഗണത്തിൽ ഇവർ പെടുത്തുമോ? KVM പന്താവൂരിനെ പറ്റി ഇവർ പിന്നെ ഒളിച്ചും തളിച്ചൊക്കെ കടത്താൻ ശ്രമിച്ചവരാണ്, പണ്ഡിതനെ ഭ്രഷ്ട് കൽപ്പിച്ച. അപ്പോൾ KVM പന്താവൂരിനെ ഭ്രഷ്ട് കൽപ്പിക്കും ഇവർ? കാഫറും മുർത്തതും EK പറഞ്ഞു എന്നുള്ള വേറെ വകുപ്പുണ്ട്, അത് വേറെ വിഷയത്തിലാണ്. ഈ വിഷയത്തിൽ കൽപ്പിക്കുകയാണെങ്കിൽ ഇത് വഹദത്ത് മാല. ഇതാ വഹദത്ത് വുജൂദിൻ്റെ പാത, വഹദത്ത് മാല വ്യാഖ്യാനം. അത് അദ്വൈതവാദം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി പഠിപ്പിക്കുകയാണ് ആര്? KVM പന്താവൂർ. ഇതിൻ്റെ ഇത്ര പേജുകളുടെ വായിക്കുന്നുണ്ട്. ഇതിൽ പിന്നെ ഇതിൻ്റെ 35-ാമത്തെ പേജിൽ കാണാം, കെലിമയുടെ അർത്ഥം പിന്നെയും മാറുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ യാതൊന്നുമില്ല. ഇത് ദഹിക്കാൻ മൂന്നാമത്തെ ദശയിലേക്ക് തന്നെ എത്തുക തന്നെ വേണം. കാരണം ഇഹത്തിലും പരത്തിലുമൊക്കെ രക്ഷയിട്ട് നോക്കിയാലും അള്ളാഹുവിനെ അല്ലാതെ കാണുന്നില്ലെന്ന് പറഞ്ഞാൽ ആരും ചോദിക്കുക, പിന്നെ ഈ കാണുന്നതൊക്കെ പിണ്ണാക്കാണോ എന്നായിരിക്കും. എവിടെ നോക്കിയാലും അല്ലാഹ്. കല്ല അതുകൊണ്ട് ലാ കണ്ണ ഇല്ലല്ലാ, ലാ മൂക്ക ഇല്ലല്ലാ, ലാ ലിസാന ഇല്ലല്ലാ, ലാ കല്ല ഇല്ലല്ലാ, ആ പാട്ടുണ്ട്. അപ്പോൾ ഇത് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? KVM പന്താവൂർ. ഇവരെ ഭാഷയിൽ ഭ്രഷ്ട് കൽപ്പിച്ച ആളോ ഒരു പറയട്ടെ. കാരണം KVM പന്താവൂർ സമസ്തൻ്റെ ആശയം വെച്ചാൽ പറയണത് സൂഫിസാണ്. ഇനി ഇതടുത്ത് KVM പന്താവൂർ ലൈലയും ഔലിയാക്കളും KVM പന്താവൂർ പരിഭാഷപ്പെടുത്തിയതാണ്. ഇതിലും ഈ വഹദത്തുൽ വുജൂദ് മാത്രമാണ് ഈ പുസ്തകത്തിലുള്ളത്. ഇത് KVM പന്താവൂർ. ഇനി ആത്മജ്ഞാനം തുഹഫത്തുൽ മുർസല, ഇതും KVM പന്താവൂർ പരിഭാഷപ്പെടുത്തി ഇന്നും സമസ്ത ആളുകൾ വിറ്റുകൊണ്ടിരിക്കുന്ന പുസ്തകമാണ്. ഇതിലുള്ളത് എന്താണ്? ഈ വഹദത്ത് ഇതന്നെയാണ്. ഇനി ഇത് മടവൂരിലെ നൂറാനിയത്ത്, ഇതും KVM പന്താവൂർ. ഇതൊക്കെ വായിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ ഒരു കുഫറിങ്ങനെ വായിച്ച് പ്രചരിപ്പിക്കുകയാണല്ലോ. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ളത് ഇത്തരം കാര്യങ്ങളാണ്. അപ്പോൾ ഈ ആശയം ഇവിടെ ആളുകളെ പഠിപ്പിക്കുന്ന സമസ്തക്ക് പിന്നെ എങ്ങനെ ഇതുമെന്ന് രക്ഷപ്പെടാൻ പറ്റുക? അതാണ് നമ്മൾ ചോദിക്കുന്നത്. ശരിക്ക് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആയത്ത് ഇവർ പഠിച്ചിരുന്നെങ്കിൽ ഇവർക്ക് ഈ വിശ്വാസം പോരാൻ പറ്റുമോ? കാരണം റബ്ബ് അല്ലാഹ് മാത്രമാണ്, ബാക്കിയെല്ലാം സൃഷ്ടികളാണ്. എന്നിട്ട് ആ സൃഷ്ടികളെ കൂടി എന്ത് ചെയ്യുക? അള്ളാഹുവിൻ്റെ പദവിയിലേക്ക് ഇവരെത്തിക്കുക. അതേപോലെ തന്നെ അള്ളാഹു ഖാലിഖു കുല്ലി ഷൈഇൻ വഹുവ അലാ കുല്ലി ഷൈഇൻ വക്കീൽ, എല്ലാറ്റിൻ്റെയും സൃഷ്ടാവ് അള്ളാഹുവാണ്, എല്ലാറ്റിനെയും കൈകാര്യം ചെയ്യുന്നവൻ അള്ളാഹുവാണ്. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഇവർ പോകുന്നത്. ഇനി മൂന്നാമത്തെ ഒരു പ്രശ്നം, ഇവരുടെ പ്രമാണങ്ങളായ മാലകൾ പരിശോധിക്കുക. ആ മാലകൾ പരിശോധിച്ചാലും ഇവർക്ക് ഇങ്ങനെ ഊരാൻ പറ്റൂല. കാരണം മാലയിലൊക്കെ ഉള്ളത് എന്താണ്? അള്ളാഹുവിൻ്റെ കഴിവുകളെ അവർക്ക് വകവെച്ച് കൊടുക്കലാണ്. അപ്പോൾ ഈ 3 രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സമസ്ത ഇതിൽ പ്രതികളാണ്. ചെറിയ പ്രതികളല്ല, നല്ല പ്രതികളാണ്. സമസ്തയാണ് ഇതിന് കൃത്യമായ പണി ഇവിടെ എടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ആശയം തിരുത്തിയിട്ട് അഹ്ലുസുന്നയിലേക്ക് അവർ തിരിച്ചു വരണം. ഇനി ഇതിലൂടെ പൊളിയുന്ന ചില കാര്യങ്ങളുണ്ട്, പെട്ടെന്ന് പറഞ്ഞത്. ഇതിലൂടെ പൊളിയുന്ന ചില കാര്യങ്ങൾ എന്താ വെച്ചാൽ, ഇവർ സമൂഹത്തെ പ്രചരിപ്പിച്ചൊരു കാര്യമുണ്ട്. അതായത് സ്രഷ്ടാവാണ്, ഖാലിഖാണ് എന്ന വിശ്വാസപ്രകാരം ഒന്നിനോട് തേടിയാലേ ശിർക്കാകുള്ളൂ. എക്കാലത്ത് ഇനി എങ്ങനെയാണ് വിശ്വാസം അവർക്ക് പറയാൻ പറ്റുക? കാരണം ഇവരെ ആശയപ്രകാരം ഇവരെ മടവൂര് ഖാലിഖാന്ന് പോലും പറഞ്ഞു കഴിഞ്ഞു. എന്നോ പറഞ്ഞാണ് അതൊന്ന് പുറത്തേക്ക് വന്നു. അപ്പോൾ അത് പൊളിഞ്ഞു. 2 കൊടുത്ത കഴിവിൽ നിന്നാണെന്ന് വേറൊരു വാദം. മക്കത്തെ മുശ്രിക്കിൻ്റെ അതേ വാദം വരും, കൊടുത്ത കഴിവിൽ നിന്ന്. ഇനി എങ്ങനെയാണ് അത് പറയുക? കാരണം മടവൂരിന് കൊടുത്ത കഴിവാണെങ്കിൽ മടവൂർ അത് പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്താണ് അള്ളയാണെന്നുള്ളത്. അപ്പോൾ അതും പൊളിഞ്ഞു.
പിന്നെ 5 വിശേഷണങ്ങൾ അള്ളാഹ് ആരും കൊടുക്കൂല എന്നവരെ വാദം. ഖാലിക്ക്, മാലിക്കും ഇങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ നാമങ്ങൾ കൊടുക്കൂല എന്നാണ്. അതും പൊളിഞ്ഞു. കാരണം പടച്ചോനാക്കിയതോടെ അതും പൊളിഞ്ഞു. അതേപോലെ മക്കത്തെ മുശ്രിക്കുകൾ ചെയ്ത പണി ഞങ്ങൾ ചെയ്യുന്നില്ല എന്നാണ് ഇവർ പറയൽ. പക്ഷേ മക്കത്തെ മുശ്രിക്ക് ലാത്ത ഖാലിക്കാണ്, ഉസ്സ ഖാലിക്കാണ്, മനാത്ത ഖാലിക്കാണ് എവിടെയും പറഞ്ഞിട്ടില്ല. ഉണ്ടോ? ഇല്ല. അവർക്ക് യഥാർത്ഥ അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിക്കൊണ്ട് തന്നെ അവർ ശിർക്ക് ചെയ്തു. അപ്പോൾ അവർ ചെയ്യാത്ത പണി ഇവർ ചെയ്ത് വളരെ ഭീമമായ തെറ്റിലേക്ക്, പിഴവിലേക്കാണ്, കുഫറിലേക്കാണ് ഇവരെന്തായിട്ടുള്ളത് പോയിട്ടുള്ളത്. ഇനി മാത്രമല്ല, 5-മത്തത്, അവർക്കെതിരെ ഓതിയ അല്ലെങ്കിൽ അവർക്കെതിരെ ഖുർആനിൽ വന്ന ആയത്തുകൾ ഞങ്ങളെ നേരെ ഓതരുന്നവർ പറയാം അല്ലേ. ഇപ്പം ആ ആയത്തുകളൊക്കെ ശരിക്കും എന്തായി? ഇവരെ പറ്റി തന്നെ ആയി. കാരണം അത്രയും വലിയ അപകടത്തിൽ ഇവർ പെട്ടത്. ഇങ്ങനെ 5ഓളം കാര്യങ്ങൾ പൊളിയാണ്. ഇനി മാത്രമല്ല, ഇതൊക്കെ പറയുമ്പോൾ ഇവർ തടി ഊരാൻ ശ്രമിക്കുക എന്നുള്ളത് വരെ പെട്ടെന്ന് ഈ പാമ്പ് വാള ഊരിപ്പോണ പോലെ ഇവർ ഊരിപ്പോകാൻ നോക്കൽ ഇവർ സ്ഥിരം പണി. അപ്പോൾ വല്ലപ്പുഴയിൽ നമ്മൾ മാലകളുമായി ബന്ധപ്പെട്ട് സംവാദം നടത്തിയപ്പോൾ അലവി സഖാഫി എന്ത് ചെയ്തു? ഞങ്ങൾ 5 അംഗീകരിക്കുള്ളൂ. 5 പോയിട്ട് അതിൽ ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇപ്പോഴും എല്ലാ മാലക്കിത്താവ് വിറ്റുകൊണ്ടിരിക്കുന്നത്. അതെ. പിന്നെ അതേപോലെ ഇപ്പോൾ ഷിയാ ആചാരങ്ങളെ പറ്റി പറയുമ്പോൾ ഞങ്ങൾ ഷിയാക്കളല്ല എന്ന് പറയും ചെയ്യും. എന്നാൽ മുഴുവൻ ആചാരങ്ങളും ഷിയാ ആചാരങ്ങളാണ്. ഇതിൽ ഷിയാ ആചാരത്തിൽ പറയുമ്പോൾ ഈ ഹുലൂലിന്റെ വിഷയമാണെങ്കിലും അലി റളിയല്ലാഹുവിനാണ് ആദ്യമായിട്ട് ഹുലൂൽ ഉണ്ടായത്. അങ്ങനെ ഇലാഹായത് അലി റളിയല്ലാഹുവിനാണെന്ന് പോലും പറയുന്നുണ്ട്. അതേപോലെ ഇൽമുൽ ഹഖീഖത്തുൽ ഇൽമിലേക്ക് എത്തിയതും അലി റളിയല്ലാഹുവിനെ അതേ ഷിയാക്കൾ പറയുന്നത്. അത് അതേപോലെയാണ് വന്നേക്കുന്നത്. അതെ. ഇനി അതേപോലെ ഇപ്പോൾ ഈ ചന്ദനക്കുടം പോലുള്ള കാര്യങ്ങൾ ഞങ്ങൾ എതിർക്കുക എന്ന് പറയും. ഇപ്പോഴും ഷാലിയാത്തിൻ്റെ ഫത്വ തിരുത്തിയിട്ടില്ല, നേർച്ചയും മുട്ടിയും ഒക്കെ ബന്ധപ്പെട്ട്. അതേപോലെ ഇപ്പോൾ ഈ മുദബ്ബിറിൻ്റെ വിഷയത്തിലാണ് ഇപ്പോൾ ഇതൊക്കെ ഉണ്ടായത്. കാന്തപുരം ദുർവ്യാഖ്യാനിച്ച ആയത്ത് ഇതുവരെ കാന്തപുരം തിരുത്തിയിട്ടില്ല. ഇമാറാസിൻ്റെ പേരിൽ പറഞ്ഞ കളവ് തിരുത്തിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നത്തെ മുദബ്ബിറാന്ന ഓല് പറയണത്. എന്നിട്ട് ഓല് പറയും ചെയ്യും അള്ളാഹ് മാത്രമാണ് മുദബ്ബിർ. അപ്പോൾ ഊരി കഴിച്ചിലാകുക എന്നുള്ളത് ഇവരെ. ഇപ്പോൾ ഈ ആത്മീയ ചൂഷണങ്ങളെ പറ്റി പറയുമ്പോൾ അത് ഞങ്ങളറിയില്ല, ഇത് ഞങ്ങളറിയില്ല, എന്നാൽ അതിൻ്റെ മൊത്തം കച്ചവടം ഓരോരുത്തുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഇവരിൽ ഇപ്പോഴും വ്യാപകമായി നിലകൊള്ളുന്നു. ഇത് സമൂഹം ഗൗരവത്തിൽ അറിയണം. അള്ളാഹുവിനെ സംബന്ധിച്ച് ഇവർ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല, അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇത്രത്തോളം വലിയ അബദ്ധത്തിൽ ഇവരെത്തിയിട്ടുള്ളത്. ഇവർക്ക് അതുമെന്ന് ഒരു വാക്കുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, രക്ഷപ്പെടാൻ സാധിക്കും.